ലൂമിനാസ് മൊമെന്റ്സിന്റെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പോഡ്കാസ്റ്റുകളൊക്കെ ഭയങ്കര ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാം. അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അങ്ങനെ ഐശ്വര്യ സമ്പദ് സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടെ വരവായി. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളുടെ ഓണത്തിനൊപ്പം ഞങ്ങൾ ലൂമിനാസ് മൂവ്മെന്റ്സ് നിങ്ങളുടെ കൂടെ പങ്കുചേരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇന്നൊരു കൊച്ചു സുന്ദരി ഉണ്ട്. നമുക്ക് ആദ്യമേ ആ കൊച്ചു സുന്ദരി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഗായത്രി ദിലീപ് കുമാർ. ഓണക്കാലത്ത് നിങ്ങൾ വിചാരിക്കും സെലിബ്രിറ്റികളെയൊക്കെ അല്ലേ വന്നിക്കൊണ്ടിരുത്തി ഓണത്തിന്റെ കൂടുതൽ ഇന്റർവ്യൂസും അല്ലെ പോഡ്കാസ്റ്റുകളിൽ അവരുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനാണല്ലോ, അതല്ലേ അതിന്റെ ഇതെന്ന്. പക്ഷെ നമ്മളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞു തലമുറയെ നമ്മൾ തന്നെ വളർത്തിക്കൊണ്ട് വരണ്ടേ. അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കണം അല്ലെ? തീർച്ചയായിട്ടും. എന്താ നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഗായത്രിയെ പറ്റി പറയുവാണെങ്കിൽ ഗായത്രിക്ക് ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. അത് പറയുമ്പോൾ ഗായത്രിയുടെ ചിരിയുണ്ട്. ഗായത്രി ഭയങ്കര അത്രമാത്രം ഇതാണ്. അയ്യോ എനിക്ക് അങ്ങനൊന്നും ഇല്ല, പക്ഷെ ഉണ്ട്, നന്നായിട്ട് പാടും. അങ്ങനെ പല കഴിവുകളും ഗായത്രിക്കുണ്ട്. നമുക്ക് ഗായത്രിയുടെ ഓണത്തെ ഇപ്പൊ ഓണക്കാലമായതുകൊണ്ട് നമുക്ക് ഗായത്രിയോട് കൂടുതൽ ഓണത്തിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഗായത്രി, എന്തൊക്കെയുണ്ട് വിശേഷം? ഗായത്രി എന്താണ് പഠിക്കുന്നത്? പ്ലസ് ടു പഠിക്കാം. പ്ലസ് ടു. ഓക്കെ. ഏത് സ്കൂളിലാണ്? സെന്റ് തോമസ് ഇരുവള്ളിപ്ര. ഓക്കെ. അപ്പം ഗായത്രിയുടെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തു. ഓക്കെ. അപ്പൊ ഓണത്തിനെ പറ്റിയൊക്കെ പറയും. നിങ്ങളുടെ ഇന്നത്തെ ഓണം എങ്ങനെയാണ്? നിങ്ങൾ പൂക്കളെ ഇടുവോ? അങ്ങനെ ഉണ്ടോ? അതോ റെഡിമെയ്ഡ് പൂക്കൾ? ഇന്നത്തെ കാലത്ത് റെഡിമെയ്ഡ് പൂക്കളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഓണം? പറയൂ. ഓണം അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ എപ്പോഴും എന്നോടും അനിയനോടും പറയാറുണ്ട്. അവര് കുഞ്ഞിലെ ഒരുമിച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയി പൂ പറിക്കും, എന്നിട്ട് വന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് പൂക്കളിടും, അങ്ങനെയൊക്കെ. അപ്പൊ രാവിലെ എണീക്കാൻ തന്നെ എല്ലാവർക്കും മടിയായതുകൊണ്ട് പിന്നെ അടുത്തങ്ങനെ പൂക്കളൊന്നും എപ്പോഴും കാണാറില്ല. കൂടുതലും കടയിൽ നിന്നൊക്കെ മേടിച്ച് ഇപ്പം പണ്ടൊക്കെ പറയുന്ന അത്ര രസം ഇപ്പൊ തോന്നാറില്ല. പിന്നെയും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് മറ്റേ ഉപ്പേരി ഉണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലുണ്ടാക്കും, പക്ഷെ ഞാനും ഇനിയൊന്നോടൊപ്പം നിൽക്കോ കാണുമോ ഒന്നും ചെയ്യാറില്ല. ഉണ്ടാക്കി കഴിയുമ്പോ കൊണ്ടുതരും, കഴിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ഓണമായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓണക്കാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത്തക്കളം ഇടുക എന്നുള്ളതാണ്. അതിന് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്നത്തെ കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര പ്രായമുള്ള കാലം ഒന്നുമല്ല, എന്നാലും നിങ്ങളെക്കാളും മുമ്പുള്ള ഒരു ജനറേഷൻ ആണല്ലോ ഞങ്ങള്. അപ്പം അന്നത്തെ കാലത്ത് പല വീടുകൾ, നമ്മുടെ അപ്പുറം അപ്പുറമുള്ള അയൽവക്കത്തെ വീടുകളിലെല്ലാം പൂക്കളുണ്ട്. അപ്പൊ ആരോടും ഞങ്ങൾ പറിച്ചോട്ടെ, അത് പിച്ചിക്കോട്ടെ, അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് അന്നൊക്കെ ഒരു ഫ്രീ, എല്ലാരും ഈ മാവേലി പറഞ്ഞ പോലെ എല്ലാരും ഒരുമയോടെ ജീവിച്ച ഒരു കാലമായിരുന്നു അതൊക്കെ. ആ ഒരു ഒരുമ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. അതായത് പൂക്കളിടാൻ വേണ്ടിട്ട് പൂക്കൾ പറിക്കാൻ പോകുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു കൊട്ടയായിട്ടോ അല്ലെങ്കിൽ കവറായിട്ടോ ഒക്കെ പോയി പറിക്കാൻ തലേദിവസമേ പോയി പറിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഓണക്കോടി ഇട്ടിട്ട് വേണം അത്തപ്പൂക്കൾ ഇടാൻ. അപ്പൊ തലേദിവസം പോയി പറിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ട് വീട്ടിൽ വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഓണക്കോടി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓണക്കോടി എടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മണപ്പിക്കുവാണെങ്കിൽ, ഇന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒന്ന് ഡ്രസ്സുകൾ മേടിക്കുകയാണല്ലോ. ഓൺലൈനിലൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഡ്രസ്സുകളല്ലേ. നമുക്കൊരു അങ്ങനെ പ്രത്യേകിച്ചൊരു സെലിബ്രേഷൻ ഒന്നും വേണ്ട. ഇന്ന് ഓണം മീൻസ് ഇന്ന് ഓരോ ഡ്രസ്സുകൾ മേടിക്കാൻ. അന്നെന്ന് പറയുന്നത് ഓരോ സെലിബ്രേഷനും മാത്രമായിരുന്നു. ഒന്നി ഓണത്തിന്, അല്ലെങ്കിൽ ക്രിസ്മസ്, അല്ലെങ്കിൽ വിഷുവിന്, അല്ലെങ്കിൽ പെരുന്നാളിന്, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു നമുക്ക് ഡ്രസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത്. അന്നൊക്കെ ഇച്ചിരി കഷ്ടപ്പാടിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടുകളിലെ ഒക്കെ ഉള്ള സമയങ്ങളല്ലായിരുന്നു. അപ്പൊ നമുക്ക് ആ ഓണക്കോടിയൊക്കെ ഇട്ട് നമ്മള് രാവിലെ പൂക്കളമൊക്കെ ഇട്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം മോള് പറഞ്ഞില്ല ഉപ്പേരി വറക്കാൻ നേരം ഞങ്ങൾ ആരും കൂടെ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെയല്ല. 3-4 ദിവസം മുന്നേ അമ്മയും വീട്ടിലുള്ള നമ്മുടെ ഗ്രാൻഡ് പേരൻസും അവരെല്ലാരും കൂടി ഉപ്പേരിയൊക്കെ വറക്കുകയും കളിയോടൊക്കെ ഉണ്ടാക്കുകയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ കളിയോടൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കളിയോടൊക്കെയാന്നാ പറയുന്നത്. ഇങ്ങനെ കളിയോടൊക്കെ ഉണ്ടാക്കുകയും പിന്നെ ശർക്കര വരട്ടി
ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോ അവർ കൂടെ നമ്മളും പോയി നിൽക്കും. ഈ ഉപ്പേരി അരിയുന്ന ഏത്തക്ക ഉണ്ടല്ലോ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓരോ വിടർത്തി മാറ്റി മാറ്റി വെക്കണം. അതിനൊക്കെ ഞങ്ങളും ചേരുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്നത്തെ ഓണം. അതുപോലെ തന്നെ തലേദിവസം ഊഞ്ഞാലൊക്കെ ആടാൻ പോകും. അപ്പൊ 2 കയ്യിലും ഒരു കയ്യിൽ ശർക്കര വരട്ടി, ഒരു കയ്യിൽ ഉപ്പേരിയും കാണും. അല്ലാതെ പോക്കറ്റ് ഉണ്ടെങ്കിൽ പോക്കറ്റ് ഇട്ടുകൊണ്ട് ഓടുമായിരുന്നു. എന്നിട്ട് അവിടെ പോയി ഊഞ്ഞാലാടുക, ഇത് തിന്നുക, ഇതൊക്കെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്റെ മക്കളോടായാലും അവരോട് ഓണം ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്, അവർക്ക് അതൊന്നും അറിയത്തില്ല. മോസ്റ്റ്ലി പിള്ളേരൊക്കെ പഠിക്കാൻ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുകയും അല്ലെ പുറത്തു പോവുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പം കുട്ടികളൊക്കെ ഉള്ളത് തന്നെ വളരെ കുറവാണ്. അങ്ങനെയൊക്കെയാണ് എന്റെ ഓണക്കാലം. പിന്നെ അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കാനൊക്കെ നമ്മളും കൂടെ പോയി നിൽക്കുകയും എന്തൊരു ടേസ്റ്റ് സദ്യക്കൊക്കെ. ഇന്ന് പറഞ്ഞ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സദ്യ വീട്ടിൽ വന്നു കഴിഞ്ഞു. റെഡിമെയ്ഡ് സദ്യകളല്ലേ എല്ലായിടത്തും. ആരും അത്രയും കൂട്ടാൻ നിന്നും ഉണ്ടാക്കാൻ മെനക്കെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്നൊക്കെ വീട്ടിലെ എല്ലാ സാധനവും ഉണ്ടാക്കി കഴിച്ച് ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ഓണമായിരുന്നു ഞങ്ങളുടെയൊക്കെ. നിങ്ങളൊക്കെ സദ്യയുടെ കാര്യമൊക്കെ പറയും. സദ്യ വീട്ടിലുണ്ടാക്കും, മിക്കവാറും ഓണത്തിനൊക്കെ ഉണ്ടാക്കും. പക്ഷെ എല്ലാരും ഒരുമിച്ചൊന്നും ഉണ്ടാവാറില്ല. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ, അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയും ഉണ്ട്. അപ്പം അമ്മയും അമ്മൂമ്മയും കൂടെ സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ അച്ഛന്റെ ചേട്ടനൊക്കെ കുറച്ച് മാറി താമസിക്കുന്നുണ്ട്. അപ്പം അവരും വരും ചിലപ്പം. ഞങ്ങൾ എല്ലാവരുടെ എന്നിട്ട് രാവിലെ അവിടെ കൂടിയിട്ട് ഉച്ചയാകുമ്പോ അമ്മയുടെ വീട്ടിലോട്ട് പോകും. എല്ലാരും പലയിടത്തായതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടി പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ സമയമില്ല. എല്ലാം റെഡി ആയി കഴിയുമ്പോ നമ്മൾ ചെല്ലും, കഴിക്കും. അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ വലിയ പ്രിപ്പറേഷന് കൂടെ നിൽക്കുമ്പോഴല്ലേ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള. പായസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പായസം? എനിക്ക് അടപ്രഥമൻ, പാലടയൊക്കെ ഇഷ്ടം. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റ്. പ്രത്യേകിച്ച് എന്റെ പപ്പായുടെ അടപ്രഥമൻ ഭയങ്കര ടേസ്റ്റ്, അടിപൊളിയാ. ആ അടപ്രഥമൻ അങ്ങോട്ട് ഒടിച്ച് പഴവും പപ്പടവും ഒക്കെ കൂട്ടിയൊക്കെ കഴിപ്പ് കഴിക്കുന്ന എന്തൊരു ടേസ്റ്റ് ആണ്. എനിക്കല്ലെങ്കിലും സദ്യ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സാധനവും ഇട്ട് ഇളക്കി കഴിക്കാൻ എന്തൊരു രുചിയായിരുന്നു. എങ്ങനെയൊന്നും ഓണമെത്തിയായിരുന്നു. ഇനി 3-4-5 ദിവസം കൂടെ അല്ലേ ഉള്ളു ഓണത്തിന്. നല്ല സദ്യ ഒക്കെ കഴിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഗായത്രി നല്ലൊരു പാട്ടുകാരിയാണ്. നല്ലൊരു പാട്ട് പാടുമെന്നൊക്കെ എനിക്ക് അറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഓണമല്ലേ, ഒരു 4 പേര് പാട്ടെങ്കിലും പാടാൻ പറ്റുമോ? നോക്ക്, ട്രൈ ചെയ്യും. ഗായത്രി നന്നായി പാടുമെന്നൊക്കെ എനിക്കറിയാം. അതിനു മുമ്പ് ചോദിച്ചോട്ടെ, ഗായത്രിയുടെ അച്ഛൻ സ്കൂളില് ഹെഡ് മാസ്റ്റർ അല്ലേ? ഓക്കെ, ഈ സ്കൂളിൽ അച്ഛൻ വർക്ക് ചെയ്യുന്നത് നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം. ഓക്കെ, 5 തൊട്ട് 10 വരെ ഉള്ളൂ. അതുകൊണ്ടാണ് 10 വരെ അവിടെ ആയിരുന്നു മോള് പഠിച്ചത്, എനിക്കറിയായിരുന്നു. അനിയൻ നാഷണൽ സ്കൂളിൽ തന്നെ. അമ്മ SBI. അനിയൻ ഏത് ക്ലാസ്സിലാ? 7th. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു പാട്ട് വന്ന് കാണും മനസ്സിലെ. അതൊന്നും പാട്ട് വരാൻ വേണ്ടിട്ടാണ് ഞാൻ വഴി തിരിച്ചു കൊണ്ടുപോയത്. എനിക്കറിയാം, ഒരു പാട്ട് പാടും. 4 പേര് പാട്ടെങ്കിലും പാടിയാൽ മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. 4 പേര് ഓണപ്പാട്ട് പാടിയപ്പോ സന്തോഷം. ഓണമല്ലേ, ഓണപ്പാട്ടിൽ തന്നെ പോവാം. തിരുവോണക്കിളിമകളേ വാ, പൊന്നൂഞ്ഞാൽ പടിയേറാൻ വാ, ആവണിരാവിനു കൂടിയുമായൻ ഓണക്കിളിമകളേ വാ, പൊന്നോണപ്പാട്ടും പാടിട്ടു ഞാനാടാൻ വാ, തൃക്കാക്കരയത്ത് ചമയത്തിനൊന്നു പോകേണം, തൃക്കാക്കരയപ്പനെ ഒന്ന് വണങ്ങി സ്തുതി പാടേണം. തിരുവോണക്കിളിമകളേ വാ, പൊന്നൂഞ്ഞാൽ പടിയേറാൻ വാ, ആവണിരാവിനു കൂടിയുമായി ഓണക്കിളിമകളേ വാ, പൊന്നോണപ്പാട്ടും പാടിട്ടു ഞാനാടാൻ വാ. സൂപ്പർ, നല്ല രസമായിട്ട് പാടി. ഇത്രയും നന്നായിട്ട് പാടുമായിരുന്നല്ലേ. അപ്പൊ ഞാൻ പറയുന്ന ഒരു പാട്ട് പാടിത്തരും എനിക്ക്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. നിങ്ങൾക്കും എല്ലാവർക്കും ആകുമായിരിക്കും ആ പാട്ട്. ആരാധിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരും.
ഇടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീലയെങ്കിലെന്നിലെ പ്രകാശമേളിനി മിഴിനീരു പേദമാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ. ഓ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെ നമ്മള് ഗായത്രിയോട് ചോദിച്ചിട്ട് ഒരു കാര്യം മാത്രം നമ്മൾ ചോദിച്ചേ, എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഗായത്രിയുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ എന്തൊക്കെയാ പരിപാടികൾ എന്നറിയണ്ടേ നമുക്ക്? അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലെ? അപ്പൊ ഗായത്രി, ഈ പ്രാവശ്യം ഗായത്രിയുടെ ഓണത്തിന്റെ പ്രോഗ്രാം എന്താണ്? കാരണം ഞാനൊരു വാർത്ത അറിഞ്ഞു, ഗായത്രിക്ക് എവിടോ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തെന്നോ, എവിടോ അതിന് അവസരം കിട്ടിയെന്നോ, ഓണത്തിന് ഇവിടെ ഇല്ലെന്നോ, അങ്ങനെയൊക്കെയോ ഞാൻ അറിഞ്ഞിങ്ങനെ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഓഡീഷൻ എന്ന് പറയുമ്പം അങ്ങനെ റിയാലിറ്റി ഷോ അങ്ങനെയൊന്നല്ല. ഇത് പുട്ടപർത്തി സായിബാബയുടെ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഓണം ആവുന്ന സമയത്ത് ബാലവികാസ്, ആന്ധ്രാപ്രദേശ്. അപ്പം ഈ ബാലവികാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പം ബാലവികാസിലുള്ള കുട്ടികൾ, കൊച്ചുകുട്ടികൾ തൊട്ട് 18 വയസ്സ് വരെയുള്ളവരാണ്. അപ്പം അത്രയും ആ കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ കിട്ടാൻ. അപ്പൊ നമ്മള് ഓണം ആവുന്ന സമയത്ത് കേരളത്തിലുള്ള കുട്ടികളെ അങ്ങനെ അവര് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മള് ഗൂഗിൾ മീറ്റ് വഴി ഭജനായിരിക്കും കൂടുതലും അവര് പാടിപ്പിച്ച് നോക്കുന്നത്. അങ്ങനെ പാടും, സെലക്ട് ചെയ്യും. പങ്കെടുക്കുന്ന എല്ലാവർക്കും അവിടെ പോവാൻ പറ്റും. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഫോറിനേഴ്സും ലോകത്തുള്ള ഒത്തിരി പേര് വരും അവിടെ. അപ്പൊ ഞാനൊക്കെ പണ്ട് പോകുമ്പോ അവിടെ ഈ പാടുന്നവര് പെർഫോം ചെയ്യുന്നവർക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് ബാക്കി ആർക്കും പോകാൻ പറ്റത്തില്ല. ഞാൻ കൊച്ചിലേക്ക് എപ്പോഴും ഇങ്ങനെ ഒത്തിരി ആഗ്രഹിക്കായിരുന്നു അവിടെ പോയി ഇരിക്കണം, ഒരു പാട്ടെങ്കിലും പാടണം. പക്ഷെ ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും കുറെ നാളുകളായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പൊ 18 വയസ്സാവും, ഇപ്പൊ തീരും. അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇപ്പൊ ഓണത്തിന് മിക്കവാറും അവിടെ ആയിരിക്കും. പക്ഷെ വിഷമം ഒന്നുമില്ല. വീട്ടുകാരെയൊന്നും എല്ലാവരുടെയും കൂടെ പറ്റുന്നില്ലല്ലോ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓണം കൂടാത്തതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ എല്ലാവരുടെയും കൂടെ ഇപ്പം ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെ ആയിരിക്കും പോകുന്നേ. അപ്പൂപ്പന്റെ അമ്മയുടെ ഒന്നും കൂടെ ആ സമയത്ത് കൂടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതുള്ളൂ. എന്നാലും നമ്മൾ അതിന് 2 ദിവസം മുമ്പൊക്കെ കുറെ ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെയാ പോവാറുള്ളത്. അവിടെ പിന്നെ ഇതിനെക്കാട്ടിലും വലിയ വലിയ ഡെക്കറേഷനും വലിയ പരിപാടിയൊക്കെ നമുക്കത് കാണുമ്പോ പിന്നെ അതങ്ങ് മാറും. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ലോകം. സംഗീതം പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെ പഠിക്കണേ? എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കും. ഓ ശരി ശരി. ആരാണ് പഠിക്കുന്നത്? തിരുവല്ല രവീന്ദ്രൻ. എത്ര വയസ്സോട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 5 വയസ്സോട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. 5 വയസ്സായപ്പോഴാണ് പഠിച്ചു തുടങ്ങിയേ. പിന്നെ ഇങ്ങനെ ഓരോരോ ഇത് വന്നിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോ ഒരു ഗ്യാപ്പ് വന്നു. അങ്ങനെ ഗ്യാപ്പ് വരുന്നു. അച്ഛനും അമ്മയാരെങ്കിലും പാടുന്നവരാരില്ല. അച്ഛനൊക്കെ പാടുന്നത് മോശമാവാറില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ പറഞ്ഞാ പാടാറില്ല. അമ്മൂമ്മ അപ്പൂപ്പൻ അങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്റെ അറിവിൽ അങ്ങനെ പാടുന്നവരാരും ഇല്ല. ഡാൻസ് ചെയ്യോ? ചെറുതായിട്ട് ചെയ്യും. പഠിച്ചിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല. പാട്ടിനോടാണ് ഇൻട്രസ്റ്റ് കൂടുതൽ. പാട്ടും ഇൻസ്ട്രുമെന്റ്സും അങ്ങനെയൊക്കെ. ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും വായിക്കുമോ? ഗിറ്റാറും പിയാനോ ഒക്കെ കുറച്ച് വർഷമൊക്കെ. വയലിൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് നാള്. ഒരു വർഷമൊക്കെ പഠിച്ചു. പിന്നെ കോവിഡ് ആയപ്പോ അത് നിന്നു. എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഗിറ്റാറൊന്നും പഠിച്ചിട്ടില്ല. യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ വായിക്കും. ഒരു യൂട്യൂബ് ചാനൽ ഏതാണ്ടോടാ? യൂട്യൂബ് പണ്ടൊരെണ്ണം തുടങ്ങിയായിരുന്നു. ഇപ്പൊ ഇല്ലത്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് അതിനകത്താണ്. അപ്പൊ ഇൻസ്റ്റ ഐ ഡി എന്താണ്? ഗായു. എനിക്കറിയാം ഇൻസ്റ്റ ഐ ഡി. പ്രഷർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം.
ഗായു എന്നാണ് ഇൻസ്റ്റ ഐ ഡി. പിന്നെ ഇത്രയൊക്കെയാണ് അല്ലേ നമ്മുടെ ഓണത്തിന്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ താങ്ക് യു വെരി മച്ച് ഇവിടെ വന്നതിലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിച്ചതിനും ഓണത്തിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചതിനും നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നതിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. പോന്ന ആന്ധ്രാപ്രദേശിൽ പോകുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയാകട്ടെ കേട്ടോ. നല്ലതായിട്ട് തകർത്ത് പാടിയിട്ട് വരൂ. അവിടെ അങ്ങനെ മത്സരമാണോ? അല്ലല്ല, അല്ല, അവിടെ നമുക്കൊരു അവസരം. ഒരു അവസരം അവര് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കും അതൊക്കെ. ഓക്കെ, അപ്പൊ നല്ലതായിട്ട് എല്ലാം ചെയ്തിട്ട് വരും. വീഡിയോസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ലൂമിനൻസ് മൊമെന്റ്സിന്റെ ഹാപ്പി ഓണം എല്ലാ പ്രേക്ഷകർക്കും. താങ്ക് യു. അപ്പം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമുക്കൊരു കാര്യം കൂടെ, ഒരു പാട്ടുകൂടെ കേട്ടല്ലേ പറ്റുള്ളൂ അല്ലേ? അതല്ലേ എന്റെ ശരി. അപ്പൊ ഒരു പാട്ടും കൂടെ, അതോടുകൂടി നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുക. പാടിക്കും. ഓണം റിലേറ്റഡ് പാടാം. ആയിക്കോട്ടെ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ട് മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു. പ്രേക്ഷകര് ആയിരിക്കും ചുമ്മാതെ പറയാണ്. നല്ല സത്യമായിട്ട് സൂപ്പർ. കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഒത്തിരി ഒത്തിരി വളരട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ.